പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു. അവർ നേരത്തെ പറഞ്ഞ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. അതിർത്തി മേഖലയിൽ അവർ ആക്രമണം തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി ഈ രാത്രിയിൽ നമ്മളോട് പറഞ്ഞത്. അതിർത്തി മേഖലയിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ, ആകാശ യുദ്ധത്തിൻ്റെ പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിക്രം മിസ്രി വിദേശകാര്യ സെക്രട്ടറിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ പറഞ്ഞ വാക്ക് അവർ ലംഘിച്ചിരിക്കുന്നു. അതിർത്തി മേഖലയിൽ ഭാരത സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, ഭാരതത്തിൻ്റെ അതിർത്തി മേഖലയിൽ അവർ കൃത്യമായി ആക്രമണം നടത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഭാരതം സുസജ്ജമാണെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. സൈന്യം കൃത്യമായി തിരിച്ചടിക്കുന്നു. പാക് നടപടി അപലപനീയമാണ് എന്നുള്ള കാര്യവും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നു. സൈന്യം ഇത് നോക്കി നിൽക്കുന്നില്ല. ഭാരത സൈന്യം തിരിച്ചടിക്കുന്നു. പാകിസ്ഥാൻ്റെ നീക്കങ്ങളെ ശക്തമായി ചെറുക്കാൻ തന്നെയാണ് ഭാരത സൈന്യത്തിൻ്റെ തീരുമാനം. അത് നടപ്പാക്കുന്നു ഈ രാത്രിയിലും. അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടത് അതാണ്. ഇരുട്ടിൻ്റെ മറവിൽ ഡ്രോണുകൾ പായിച്ച് പ്രദീപ് പിള്ള, ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേർന്നു. പ്രദീപ് പിള്ള ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വന്ന് പറഞ്ഞതും നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ്. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ്റെ നടപടി അപലപനീയം തന്നെ. നമ്മുടെ സൈന്യം തിരിച്ചടിക്കുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുകയാണ്. വ്യക്തമായും വിനോദ്, ഇതിൽ അത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഒരു വാക്ക് പറഞ്ഞു, ഒരു അപേക്ഷ മുന്നിൽ വെച്ചു, ഭാരതം അത് അംഗീകരിച്ചു. എല്ലാം മറന്നിട്ട്, അവർ കാണിച്ച ചതിയും വഞ്ചനയും ഈ ജീവൻ എടുത്തതും മറന്നിട്ട് ആ സീസ് ഫയർ എന്നുള്ള നിർദ്ദേശം അംഗീകരിച്ചു, അല്ലെങ്കിൽ അവരുടെ അപേക്ഷ അംഗീകരിച്ചു. അതിനുശേഷം അവരെന്താണ് ചെയ്തത്? അവർ അത് ലംഘിച്ചിരിക്കുന്നു. അതിർത്തിയിലുടനീളം ഡ്രോണും ഷെല്ലിങ്ങുമായി അവർ തിരിച്ചടിക്കുന്നു, അവർ അടിക്കുന്നു, ആക്രമിക്കുന്നു, പ്രകോപനമുണ്ടാക്കുന്നു. ഭാരതം കൃത്യമായി തിരിച്ചടി നൽകുകയും ചെയ്യുന്നു. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഭാരതം ഇന്ന് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണ്? എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി സീൻ ആസ് എൻ ആക്ട് ഓഫ് വാർ എന്നുള്ളത്. അപ്പോൾ മാന്യമായി അന്തസ്സോടുകൂടി ഭാരതം എടുത്ത നിലപാടിനെ, ഭാരതത്തിന്റെ സൗമനസ്യത്തെ പാകിസ്ഥാൻ അപമാനിച്ചിരിക്കുകയാണ്. അതുതന്നെയല്ലേ വിദേശകാര്യ സെക്രട്ടറി ഇപ്പൊ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്? അതുതന്നെയല്ലേ ഭാരതത്തിന്റെ നിലപാട്? അപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാതെ, അത് നാം ജനം TV പുറത്തുവിടുന്നത് പോലെ പാഴ്വാക്കാക്കിയ പാകിസ്ഥാന് യുക്തമായ ശക്തമായ തിരിച്ചടി ഭാരതം നൽകുന്നു എന്ന് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നത്. അത് തന്നെയാണ് ന്യായം, അത് തന്നെയാണ് നീതി. ആ നീതി നടപ്പാക്കി എന്നാണ് ഭാരതത്തിന്റെ സൈന്യം തന്നെ പറഞ്ഞത്. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്തിട്ട് 100ഓളം ഭീകരരെ വകവരുത്തിയിട്ട് ഭാരതം എന്ത് പറഞ്ഞു അവിടെ തന്നെ ഭാരതം നിൽക്കുന്നു. അപ്പൊ ഭാരതം കാണിച്ച അന്തസ്സ്, ഭാരതം കാണിച്ച ആഭിജാത്യം, ഭാരതം കാണിച്ച സൗമനസ്യം, അതിനെ അപമാനിച്ചിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും മഹാഭാരത യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനോദ്.